lovelies, welcome back to my channel. എൻ്റെ പേര് അഭിന. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ? ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഹെയർ നല്ല രീതിയിൽ കോംബ് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം സൈഡ് പാർട്ടിഷൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് തന്നെ പാർട്ടിഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ട്വിസ്റ്റ് ചെയ്ത സെക്ഷൻ ഒന്ന് മുന്നിലോട്ടേക്ക് പുഷ് ചെയ്തിട്ട് ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് സെക്യൂർ ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. എത്ര എളുപ്പത്തിലാണ് ചെയ്തേ. ഇനി സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന എല്ലാ ഹെയറും ഒരു സൈഡിലേക്ക് എടുക്കുക. നമ്മുടെ പാർട്ടിഷൻ ചെയ്ത സൈഡിലേക്ക് തന്നെ എടുക്കുക. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുക. ആ റബ്ബർ ബാൻഡ് വിസിബിൾ അല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാൻഡ് ഓഫ് ഹെയർ എടുത്തിട്ട് ആ ഒരു റബ്ബർ ബാൻഡിന് ചുറ്റും ചുറ്റിയെടുക്കുക. എന്നിട്ട് ഫൈനലി ഒരു ബോബി പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഈ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമായോ? തേർഡ് ഹെയർ സ്റ്റൈൽ സെക്കൻഡ് ഹെയർ സ്റ്റൈലിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ റബ്ബർ ബാൻഡ് ഒന്ന് കുറച്ച് താഴത്തേക്ക് പുള്ള് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു സ്മോൾ ഹോൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്കൂടി ബാക്കിയുള്ള ഹെയർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വളരെ ഈസിയാണ്, നല്ല രസമാണ്. പക്ഷെ കുറേ എന്തൊക്കെയോ ചെയ്ത മാതിരി തോന്നുകയും ചെയ്യും. എല്ലാവർക്കും കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഫോർത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ എടുത്തു. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്തുള്ള സെക്ഷൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ സെക്ഷൻസ് ഓഫ് ഹെയർ താഴത്ത് നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കയറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മളുടെ ഇയർ ഏരിയ വരെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഫൈനലി ഇത് നമ്മളുടെ ഹെയറിൻ്റെ ബാക്കിലായിട്ടൊരു ടിക് ടാക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. കുറച്ച് നല്ലോണം സെക്യൂർ ആവാൻ വേണ്ടി 2 ക്ലിപ്സ് വെച്ച് ഞാൻ സെക്യൂർ ചെയ്തു. ഇനി ബാക്കി റൈറ്റ് സൈഡിലുള്ള ഹെയറും കൂടെ നമ്മൾ ഇതേ പ്രോസസ്സ് വഴി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. ഫിഫ്ത്ത് ഹെയർ സ്റ്റൈൽ ഫോർത്ത് ഹെയർ സ്റ്റൈലിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരും. ഇതിന് വേണ്ടിയിട്ട് ഒരു പോണിറ്റെയിലാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്മോൾ സ്ട്രാൻഡ് ഓഫ് ഹെയർ എടുത്തിട്ട് നല്ലവണ്ണം ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ റൊട്ടേഷനിലും ഇത് താഴത്തേക്കാണ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നല്ലൊരു റോപ്പ് മാതിരി അവിടെ റൊട്ടേറ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. ബാക്കി വന്നിട്ടുള്ള ഹെയർ ബോബി പിൻ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് ഒന്നും കൂടെ ടൈ ചെയ്ത് സെക്യൂർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഏരിയ അങ്ങനെ തന്നെ വെക്കുകയാണ്.
ബാക്കിൽ നമ്മളൊരു ഫിഷ് ടെയിൽ ബ്രെയ്ഡാണ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കും ചെറിയ ചെറിയ സെക്ഷൻസ് ഓഫ് ഹെയർ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫിഷ് ടെയിൽ ബ്രെയ്ഡിനുള്ളത്. 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഹെയറിനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് താഴെ വരെ എത്തിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത്ത് വരെ ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്താൽ മതി. സെക്യൂർ ചെയ്തതിന് ശേഷം കുറച്ച് വോളിയൂം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രെയ്ഡിനെ പുൾ ചെയ്ത് കൊടുക്കുക. ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ. എല്ലാവർക്കും എല്ലാ ഹെയർ സ്റ്റൈൽസും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 5 ഹെയർ സ്റ്റൈൽസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാണെന്നും കൂടെ പറയുക. എൻ്റെ ഇൻസ്റ്റഗ്രാം വന്നൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. ഇനിയും കുറേ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until next time, this is me, Abhina, signing off. Bye. Love you all.